അശ്വിനില്ല. ഒരു മിനിറ്റ് വ്ലോഗ് എടുത്തോട്ടെ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ലെറ്റ്സ് ഗോ. ഞങ്ങൾ ഇന്ന് തിരിച്ച് ഞങ്ങൾ ഗുജറാത്തിലേക്ക് പോവാണ്. ആഫ്റ്റർ 2 months ഓഫ് കേരള. ഞങ്ങളുടെ വെയിറ്റൊക്കെ കൂടിയിട്ട് ഞങ്ങൾക്ക് കുറേയൊക്കെ ചെയ്യേണ്ടി വന്നിട്ട് ചിരിക്കി KFC കഴിക്കാൻ പോണു. KFC പിള്ളേരൊക്കെ പിള്ളേരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്കൊരു പെണ്ണുണ്ട് സ്വന്തമായിട്ടൊരു കുട്ടി ഉണ്ടാകുമ്പോഴേക്കാണോ അതിന് വലിച്ചെറിയാൻ തോന്നുന്നു. കടി സഹിക്കാൻ പറ്റണ. ഇനി ഞങ്ങള് നമ്മൾ അഹമ്മദാബാദിൽ ലാൻഡ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ ഊബർ പിടിക്കും. എന്നിട്ട് ഞങ്ങൾ നേരെ ഗാന്ധിനഗറിലേക്ക്. ഗാന്ധിനഗറിൽ നമ്മൾ കരുണാവേദിയിലെത്തുന്നു. കോളേജ് കാണുന്നു. കോളേജിന്റെ മാറ്റങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ കൊണ്ടിരിക്കുന്നു. രാത്രി ഇരുന്ന് അൺപാക്ക് റൂം ഓൾസോ കാണാൻ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ്. നമുക്ക് വേണം. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ ഗുജറാത്ത് എത്തി. ഭയങ്കര മഴയാണെന്ന് കാണിച്ചു തരാം. അതെനിക്കറിയാം. ചേട്ടന്മാരെന്തിനാ വെള്ളം നനഞ്ഞിരിക്കണേ? അതെ അതെ വഴി പറഞ്ഞു. അതിനി 4 മാസം ഇവിടെ അല്ലേ കാണാൻ പറ്റും. ഇല്ല, വ്ളോഗിന്റെ ഉള്ളിൽ ഇടണ്ട്. ജിമ്മ് കാണാനില്ല. ഒരു മഞ്ഞ ബിൽഡിംഗ് മഞ്ഞ തുണിയാണ്. ഞങ്ങള് വന്നിറങ്ങിയപ്പോ തന്നെ മഴയായി ഗൈസ്. എന്ത് കഷ്ടല്ലേ. യെസ് ഗൈസ്, ഒരു കാര്യം ഇതടിപ്പിച്ചിടാൻ പറ്റില്ലല്ലേ. കിച്ചൺ ഗൈസ്. സീൻ ചെയ്തിരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ക്യൂട്ടാ. ഇറ്റ്സ് ലൈക്ക് ആനന്ദ് നോ നൗ അല്ലേ. One eternity later. സത്യമായിട്ടും കരച്ചിലായിരുന്നു. ഇവിടെ ഫുള്ള് തവള, ഫുള്ള് വെള്ളം, ഫുള്ള് പഴുത്താര പോലെ. ഇവിടെ മാത്രം ഇപ്പോൾ ലൈറ്റ് ഉണ്ട്, അവിടെ ഒന്നും ലൈറ്റ് ഇല്ല. ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോണ വഴിയൊക്കെ ഭയങ്കര ഹോണ്ടഡും സസ്സും ഒക്കെയാണ്. ഞങ്ങൾ ഭയങ്കര ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മെസ്സിൽ പ്രാണി വീഡിയോ വേണമെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്യാം. The next day. അത് കിട്ടി. അശ്വിക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഈ വർഷത്തിൽ എത്രാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അറിയാൻ പാടില്ല. ഷോപ്പിംഗ് എവിടെ പോയിട്ട് ബ്ലോഗ് ചെയ്ത് കാണിച്ച്. കത്തി, കടാര, സോസ് പാൻ എന്നിവ എല്ലാം ഉണ്ട് നമ്മുടെ കയ്യില്. അതന്നെ പിന്നെ ഫുഡ് ഉണ്ടാക്കിയ ആ പാത്രം ഞങ്ങൾ തന്നെ കഴുകി വെക്കേണ്ടി വന്നു അല്ലേ ഗൈസ്. ഇവിടെ